എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കോംപ്ലക്സ് നമ്പേഴ്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന് സാധാരണ IIT എക്സാമിനാണേലും നെറ്റിനാണേലും ഗേറ്റിനാണേലും ജസ്റ്റിനാണേലും സാധാരണ ചോദിക്കുന്ന സെക്ഷൻ ഇൻ്റഗ്രേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ പോളുകൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക്കലാണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ അനലിറ്റിക്കലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഒരു കോംപ്ലക്സ് നമ്പർ അനലിറ്റിക്കൽ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് കോഷി റീമാൻ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. കോഷി റീമാൻ കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ f(z) = u+iv എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ∂u/∂x = ∂v/∂y, അല്ലെങ്കിൽ ∂u/∂y = -∂v/∂x. സോ ഇതാണ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക്കൽ ആവാനുള്ളൊരു കണ്ടീഷൻ, അനലിറ്റിക്കൽ കണ്ടീഷൻ. സോ ഇതിന് നമ്മൾ പേര് വിളിക്കും CR ഇക്വേഷൻസ്. സോ ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫംഗ്ഷൻ അനലിറ്റിക്കലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഒന്നും വലിയ ഫംഗ്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സമയം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ സമയം കുറച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക്കൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കണം. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്: f(z) ഷുഡ് നോട്ട് കണ്ടെയ്ൻ z⁻. f(z) ഷുഡ് നോട്ട് കണ്ടെയ്ൻ z⁻. എന്താണ് z⁻? z നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? z = x+iy. x is a real part and y is imaginary part. Then x⁻ is equal to x minus iy. അപ്പോൾ f(z) should not contain z⁻. z⁻ കാണാൻ പാടില്ല, ഒന്ന്. നമ്പർ 2, f(z) should not have fractional പവേഴ്സ്. ഫ്രാക്ഷണൽ പവേഴ്സും കാണാൻ പാടില്ല. ഫ്രാക്ഷണൽ പവേഴ്സ് എന്താണ്? ഇപ്പോൾ x+iy ⁻² 1/2. ഇത് ഈ 1/2 എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പവറാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് അനലിറ്റിക്കലാണെന്ന് പറയാം. അനലിറ്റിക്കൽ. അപ്പോൾ f(z)ൽ z⁻ ഉണ്ടെങ്കിൽ അത് അനലിറ്റിക്കൽ അല്ല. അതുപോലെ f(z)ൽ ഫ്രാക്ഷണൽ പവർ വന്നു കഴിഞ്ഞാലും അത് അനലിറ്റിക്കൽ അല്ല. എക്സാമ്പിൾ ഒരെണ്ണം നോക്കാം. അനലിറ്റിക്കൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3+x - iy ⁻7 അനലിറ്റിക്കൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇക്വേഷൻ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഇതിനെ നമുക്ക് z-ൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 3+x - iy ആണ്. അതിനെ z⁻ എന്ന് എഴുതാം. z⁻⁻7. സോ ഇവിടെ z⁻ ഉണ്ട്. സോ z⁻ ഉണ്ടെങ്കിൽ അതെന്തല്ല? അനലിറ്റിക്കൽ അല്ല. അപ്പോൾ ഉത്തരം എന്താ? നോട്ട് അനലിറ്റിക്. അതാണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി. 1 - 2x - iy ⁻4 7 - x - iy ⁻3. ഈ ഫംഗ്ഷൻ അനലിറ്റിക്കൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ 1, ഇത് നമുക്ക് z⁻ ടൈമിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇതിന് നമുക്ക് 7 മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ x+iy എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് 7
മൈനസ് ഇസഡ് എന്ന് എഴുതാം. പക്ഷേ ഈ ടേമിനെ നമുക്ക് ഒരു രീതിയിലും ഇസഡിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇസഡിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുന്നില്ല എങ്കിലും അതെന്തല്ല, അനലിറ്റിക്കൽ അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? നോട്ട് അനലിറ്റിക്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് പ്ലസ് ഐ വൈ ഹോൾ റൈസ് ടു 1/2 ഈസ് ഈക്വൽ ടു ആണ് എങ്കിൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇസഡ് എന്ന് എഴുതാം. ഇസഡ് ഹോൾ റൈസ് ടു 1/2 എന്നാണ്. ഇസഡ് ഹോൾ റൈസ് ടു 1/2. സോ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഫ്രാക്ഷണൽ പവറുകൾ എന്തുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അതായത് 1/2 വന്നിട്ടുണ്ട്. സോ 1/2 ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതെന്തല്ല, അനലിറ്റിക്കൽ അല്ല. സോ നോട്ട് അനലിറ്റിക്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കവർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2ixy മൈനസ് 3 ദി ഹോൾ ക്യൂബ്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇതിന് നമുക്ക് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിൻ്റെ എക്സ്പാൻഷൻ അല്ല ഈ ടേം. സോ മൈനസ് 3 ഹോൾ ക്യൂബ്. സോ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ആണല്ലോ. അപ്പോൾ ഇസഡ് സ്ക്വയർ മൈനസ് 3 ഹോൾ ക്യൂബ്. അപ്പോൾ ഇസഡിൻ്റെ ടേമിലേക്ക് നമുക്ക് ഇതിന് എഴുതാൻ പറ്റുന്നുണ്ട്. ഫ്രാക്ഷണൽ പവറുകളില്ല. സോ ഇതെന്താണ്, അനലിറ്റിക്കാണ്. സോ ഇതൊരു അനലിറ്റിക് ഫംഗ്ഷനാണ്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെത്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം. അടുത്ത ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു ഉണ്ട്, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു വി ഉണ്ട്. അതായത് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ്. യു എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്, വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ യു തന്നിട്ടുണ്ടെങ്കിൽ വി കണ്ടുപിടിക്കണം, വി തന്നിട്ടുണ്ടെങ്കിൽ യു കണ്ടുപിടിക്കണം. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. യു തന്നിട്ടുണ്ടെങ്കിൽ വി കണ്ടുപിടിക്കണം, വി തന്നിട്ടുണ്ടെങ്കിൽ യു കണ്ടുപിടിക്കണം. സോ അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. സോ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ചെയ്യാം, അതായിരിക്കും കുറേ കൂടി ഈസി. ക്വസ്റ്റ്യൻ ഇതാണ്. യു തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഫൈൻഡ് വി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യു തന്നിട്ടുണ്ട്, വി കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ വി എന്ന് പറയുന്നതും ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുക്കുക, ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനി എന്തുവാ? സി ആർ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് കോഷി-റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ ഡോ വി ബൈ ഡോ എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ, മൈനസ് ഇപ്പുറത്തേക്ക് ഇടണം. അപ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈന് പകരം നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് എഴുതാം. സോ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി വൈ. അപ്പോൾ യു തന്നിട്ടുണ്ടല്ലോ, ഓരോ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2y. അതുപോലെ ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 2x. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എഴുതുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. സോ ഇതിൽ എക്സ് ഉള്ള ടേം ഉണ്ടെങ്കിൽ ആ എക്സ് ഉള്ള ടേം ഒന്നും എടുക്കണ്ട. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സിൽ നോ എക്സ് ടേം ഓൺലി ടേക്കൺ. ഇപ്പോൾ ഇവിടെ 2x പ്ലസ് 2y വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 2y എടുക്കാം, 2x എടുക്കണ്ട. അപ്പോൾ എക്സ് ഉള്ള ടേം മാത്രം ഉണ്ടെങ്കിൽ അതും എടുക്കണ്ട. അപ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈക്ക് വരും 2y ഇൻറ്റു ഡി എക്സ്
പ്ലസ് അടുത്ത ടേം എടുക്കണ്ട, 0 ആണ്. കാരണം എക്സ് ടേമുകളൊന്നും വന്നാൽ ഈ രണ്ടാമത്തതിൽ എടുക്കണ്ട. ഇനി എന്ത് ചെയ്യുക, രണ്ട് വശവും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. സോ വി ഈസ് ഈക്വൽ ടു മൈനസ് 2y ഇൻറ്റു എക്സ് പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. കണ്ടോ, ഇതാണ് ഉത്തരം. ഇത്ര സെറ്റ് എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് എക്സ് വന്നു, മൈനസ് 2y കോമൺ ആയിട്ട് അവിടെ തന്നെ, പ്ലസ് സി. സോ ഇങ്ങനെയാണ് ഇക്വേഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. നമുക്കൊരു യു വന്നിട്ടുണ്ട്. യു ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² വൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് വി ഓഫ് എക്സ് വൈ. അപ്പോൾ നമുക്കറിയാം ഡി വി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. കോഷി റീമാൻ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈ ആണ്. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഡോ വി ബൈ ഡോ എക്സിന് പകരം മൈനസ് ഡോ യു ബൈ ഡോ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇതിന് പകരം ഇത് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി വൈ. ഇതാണ് ഡി വി. ഓക്കെ ആണല്ലോ. അപ്പോൾ യു തന്നിട്ടുണ്ട്, ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിക്കുക, ഡോ യു ബൈ ഡോ എക്സും കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 3x². അതുപോലെ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് ഇതിവിടെ വരും 6xy. 3x² മൈനസ് 6xy. എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ 1 എന്ന് വിളിച്ചോ. പുട്ട് ഇൻ 1. സോ ഡി വി ഇസ് ഈക്വൽ ടു 1 അല്ല കേട്ടോ, 2 ആണേ. സോ മൈനസ് ഈ മൈനസ് കൂടി വരുമ്പോൾ 3x² dx പ്ലസ് 3x² മൈനസ് 6xy ഇൻറ്റു ഡി വൈ. ഇതിലും എക്സ് ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ രണ്ട് ടേമുകളും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കളയാം. ഞാൻ എഴുതിയെന്നേ ഉള്ളൂ, അത് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ വി ഇസ് ഈക്വൽ ടു മൈനസ് 3x³ പ്ലസ് ആവും, മൈനസ് 3x³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. സോ വി ഇസ് ഈക്വൽ ടു x³ പ്ലസ് സി. അപ്പോൾ അനലിറ്റിക് എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിംഗുലാരിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡൊമൈൻ, എന്തെങ്കിലും ഒരു ഡൊമൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡൊമൈൻ ആണെന്ന് വിചാരിക്കുക. സിമ്പിളി ഒരു കോംപ്ലക്സ് പ്ലെയിൻ ആണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഈ കോംപ്ലക്സ് പ്ലെയിനിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇസഡ് ഈസ് ഈക്വൽ ടു എ. ആ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ചിലപ്പം അനലിറ്റിക്കൽ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് പറയുന്ന പേരാണ് സിംഗുലാർ പോയിന്റ്. അപ്പോൾ സിംഗുലാർ പോയിന്റ് പ്രത്യേകത എന്താണ്? സിംഗുലാർ പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഒരിക്കലും എന്തായിരിക്കില്ല? അനലിറ്റിക്കൽ ആയിരിക്കില്ല. അപ്പോൾ ബൈ ഡെഫിനിഷൻ എന്താണ് സിംഗുലർ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പോയിന്റ് at which f of z is not analytic. Analytic is called singular point. അപ്പോൾ ഒരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈനിൽ അനലിറ്റിക്കൽ അല്ലാത്ത പോയിന്റുകളുണ്ടെങ്കിൽ ആ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗുലർ പോയിന്റ് ഉൾക്കൊള്ളുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് പോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പോൾസ് മീൻസ് സിംഗുലർ പോയിന്റ് വിച്ച് ലൈ ഇൻസൈഡ് ദ കോണ്ടൂർ ആർ കോൾഡ് പോൾസ്. അപ്പോൾ ഈ ഒരു റീജിയൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയൻ നമുക്ക് പോളുകൾ എന്ന് പറയാം. പോളുകൾ. അപ്പോൾ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് വിളിക്കുന്ന പേരാണ് സിംഗുലർ പോയിന്റ്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത സിംഗുലർ പോയിന്റ് ഉൾക്കൊള്ളുന്ന റീജിയൻ വിളിക്കുന്നവരാണ് പോളുകളെന്ന്. അപ്പോൾ സാധാരണ ചോദിക്കാറുള്ളത് പോളുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് ടൈപ്പ് പോളാണ്, ഏത് പോളാണ്, എത്ര ഓർഡറുള്ള പോളാണ് എന്നൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലെ സിംഗുലാരിറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സിംഗുലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി. എസെൻഷ്യൽ സിംഗുലാരിറ്റി പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് ടേമുകളുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ പാർട്ട്, എന്താണ് അനലിറ്റിക്കൽ പാർട്ട്? ഇപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു an ഇൻറ്റു ഇസഡ് മൈനസ് എ ഹോൾ റൈസ് ടു n പ്ലസ് bn ഇൻറ്റു ഇസഡ് മൈനസ് എ ഹോൾ റൈസ് ടു മൈനസ് n. അതിൻ്റെ ഇസഡ് ഡയറക്റ്റ് നേരെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് അനലിറ്റിക്കൽ പാർട്ട്. ഇസഡ് മൈനസ് എ ഹോൾ റൈസ് ടു n ആണ്. ഈ സെക്കൻഡ് ടേം കണ്ടല്ലോ 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ എന്നാണ്. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പാർട്ട്. അപ്പോൾ ഒരു അനലിറ്റിക്കൽ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രിൻസിപ്പൽ പാർട്ടും ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് ടേമുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 1 ബൈ ഇസഡ്, ഇതാണ് ഫംഗ്ഷൻ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ്. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സിന് വരെ 1 ബൈ ഇസഡ് ആണ്. 1 ബൈ ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ ഇൻറ്റു 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ ഇസഡ് ക്യൂബ് ഇൻറ്റു 3 ഫാക്ടോറിയൽ എക്സെട്ര. സോ ഇത് അനലിറ്റിക്കൽ പാർട്ട്, ഇത് പ്രിൻസിപ്പൽ പാർട്ട്. അതായത് 1 ബൈ ഇസഡ് വരുന്ന പാർട്ടിനെ വിളിക്കുന്നവരാണ് പ്രിൻസിപ്പൽ പാർട്ട്. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഫോർ എക്സെട്ര ആണ്, ഒരുപാട് ടേംസ് പോകും. അപ്പോൾ നമ്മൾ പറയും ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഈസ് എ സിംഗുലർ പോയിന്റ്. ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഈസ് എ സിംഗുലർ പോയിന്റ്. എന്ത് സിംഗുലർ പോയിന്റ്? എസെൻഷ്യൽ സിംഗുലാരിറ്റിയാണ് കാണിക്കുന്നത്. എസെൻഷ്യൽ സിംഗുലാരിറ്റി. അടുത്തത് നമ്പർ 2, റിമൂവബിൾ സിംഗുലാരിറ്റി. പ്രിൻസിപ്പൽ പാർട്ടിൽ ടേമുകളൊന്നുമില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന്. എക്സാമ്പിൾ ചെയ്യാം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സൈൻ ഇസഡ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നാണ്. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. 1 ബൈ ഇസഡിനെ പുറത്ത് നിർത്തുക. ബാക്കി സൈൻ ഇസഡിനെ ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 5 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ് പോകുന്നത്. ഇസഡിന് ഉള്ളിലേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇസഡിനുള്ളിലേക്ക്. അപ്പോൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ബൈ ഇസഡ് ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 5 ഡിവൈഡ് ബൈ ഇസഡ് ഇൻറ്റു 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇസഡും ഇസഡും ക്യാൻസൽ, ഈ ഇസഡും ക്യൂബും വെട്ടിപ്പോവും. സോ ബാലൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഇങ്ങനെ ടേംസ് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എവിടെയും 1 ഡിവൈഡഡ് ബൈ ഇസഡ് അല്ലെങ്കിൽ 1 ബൈ ഇസഡ് സ്ക്വയർ 1 ബൈ ഇസഡ് റൈസ് ടു 4 അങ്ങനെയുള്ള ടേമുകളൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എങ്ങനെയാണ്? ആബ്സെൻ്റ് ആണ്. ഇതിന് അനലിറ്റിക്കൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ? ഇപ്പോൾ ഇവിടെ
ഇത് അനലിറ്റിക്കൽ പാർട്ട്, പ്രിൻസിപ്പൽ പാർട്ടിൽ 1/z ടേമുകളാണ് വരേണ്ടത്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ അകത്ത് 1/z ഉള്ള ടേമുകളൊന്നുമില്ല. നമുക്കിവിടെ എല്ലാം ഡയറക്റ്റ് z⁻² ഉള്ള ടേമുകൾ മാത്രമേ ഈ എക്സ്പാൻഷനിലുള്ളൂ. കണ്ടോ, z², z⁻⁴, ഡിവിഷനിൽ ഒരു ഇസഡും വരുന്നില്ല. ദാറ്റ് മീൻസ് ഇതിന് എന്തില്ല, ഇതിന് പ്രിൻസിപ്പൽ പാർട്ടില്ല. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കാൻ ഡിനോമിനേറ്റർ = 0 എടുത്താൽ മതി. അപ്പോൾ ഇവിടെ sin z/z ആണ്. അപ്പോൾ z = എന്താണ്, 0 ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. എന്താണ് റിമൂവബിൾ സിംഗുലാരിറ്റി? അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ സിംഗുലർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് പ്രിൻസിപ്പൽ പാർട്ടും അനലിറ്റിക്കൽ പാർട്ടും അനലൈസ് ചെയ്യുക. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ എന്നുള്ളതൊക്കെ. ഇപ്പോഴും ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഈ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. f of z = z divided by z-1 into z-3 the whole square. എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിനെ 0 ഡിക്വേറ്റ് ചെയ്യുക. z-1 into z-3 the whole square = 0. ഡിനോമിനേറ്ററിനെ 0 ഡിക്വേറ്റ് ചെയ്യുക. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇത് 0 ആവാൻ ഒന്നെങ്കിൽ z = 1 കൊടുത്താൽ ഇത് 0 ആയി പോകും, അല്ലെങ്കിൽ z = 3 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. അപ്പോൾ z = 1 എന്ന് പറയുന്നത് ഒരു സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ സിംഗുലർ പോയിന്റ് ഓഫ് ഓർഡർ 1. ഇതാണ് സിംഗുലർ പോയിന്റ് ഓഫ് ഓർഡർ 2. അതായത് ഇതിൻ്റെ പവർ നോക്കി, ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ 0 ആയി പോകും. അപ്പോൾ പവറും 1 ആണ്. അപ്പോൾ z = 1 എന്ന് പറയുന്ന ഒരു സിംഗുലർ പോയിന്റ് ആണ് ഓഫ് ഓർഡർ 1. ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാലും 0 ആയി പോകും ഡിനോമിനേറ്റർ. അപ്പോൾ z = 3 ഈസ് എ സിംഗുലർ പോയിന്റ് ഓഫ് ഓർഡർ 2. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ടേം z-5 ഹോൾ 7 ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, z = 5 ഈസ് എ പോൾ ഓഫ് ഓർഡർ 7 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിംഗുലാരിറ്റി കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ഏത് ടൈപ്പ് സിംഗുലാരിറ്റിയാണ് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് എക്സാമ്പിൾ ഇതാണ്. f of z = z - sin z divided by z³. ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ = 0, z³ = 0, അല്ലെങ്കിൽ z = 0. അപ്പോൾ z = 0 എന്ന് പറയുന്നത് ഒരു പോളാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സിംഗുലർ പോയിന്റ് ആണ്. z = 0 ഈസ് എ സിംഗുലർ പോയിന്റ്. ഇനി എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്യുക. ഇതിന് കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു z/z³ മൈനസ് sin z divided by z³. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് വെട്ടിക്കളയാം, ബാക്കി 1/z² മൈനസ് 1/z³ പുറത്തെടുക്കുക. sin z എക്സ്പാൻഡ് ചെയ്യുമ്പോൾ z മൈനസ് z³ 3 പ്ലസ് z⁵5 മൈനസ് എക്സെട്ര ഇങ്ങനെ പോകും. ഈ z³ ഉള്ളിലേക്ക് കൊടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z² മൈനസ് z/z³ ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് z³ ഡിവൈഡ് ബൈ 3 ഇൻറ്റു z³ മൈനസ് z⁵5 ഡിവൈഡ് ബൈ z³ ഇൻറ്റു 5. സോ ഈ ക്യൂബും ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽ ടു 1/z² മൈനസ് 1/z². ഇത് വെട്ടിക്കളയുമ്പോൾ സ്ക്വയർ ആവും. പ്ലസ് 1/3 മൈനസ് z/5 എക്സെട്ര. ഈ രണ്ട് ടേമുകൾ ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ട്, 1/3 മൈനസ് z² പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ ഇത് എത്ര ടേമുകൾ അങ്ങോട്ട് എഴുതി പോയി കഴിഞ്ഞാലും എന്തുണ്ടാവില്ല, ഇതിൽ 1/z ഉള്ള ടേമുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു റിമൂവബിൾ സിംഗുലാരിറ്റിയാണ്. അപ്പോൾ z = 0 ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി.
ഇവിടെ നിന്ന് സിംഗുലാരിറ്റി കിട്ടും നമുക്ക്. സിംഗുലർ പോയിൻ്റ് നമുക്ക് കിട്ടും. അതിന് ഏത് ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/z ടേം വരുന്നില്ല എങ്കിൽ, അതായത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല എങ്കിൽ നമുക്കതിനെ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ ഇങ്ങനെയാണ്. f of z ഈക്വൽ ടു z ഇൻറ്റു e റേസ് ടു 1/z². ഇങ്ങനെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു z ഇൻറ്റു e റേസ് ടു ഇസഡിൻ്റെ എക്സ്പാൻഷൻ 1 + z + z² 2 ഫാക്ടോറിയൽ +z³ 3 ഫാക്ടോറിയൽ എക്സെട്ര അങ്ങനെ പോകും. ഇവിടെ ഇസഡിന് പകരം 1/z² ആണ്. അപ്പോൾ 1 + 1/z² + 1/z² the whole square into 2 factorial plus 1/z² the whole cube into 3 factorial etc. equal to ഇസഡിനെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. അല്ലെ ഇസഡ് തൽക്കാലം പുറത്ത് നിൽക്കട്ടെ. 1 + 1/z² plus 1/z⁴ into 2 factorial plus 1/z�6× 3 factorial etc. ഇനി വേണമെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ z/z² plus z/z⁴ into 2 factorial plus z/z�6 into 3 factorial etc. That is equal to z plus 1/z plus 1/z³ into 3 factorial plus 1/z⁵ into 3 factorial plus etc. So principal part ഉണ്ട്, അനലിറ്റിക്കൽ പാർട്ട് ഉണ്ട്. അല്ല പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് ടേം ഉണ്ട്. ഇത് എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇത് നമുക്ക് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയാം. എസെൻഷ്യൽ സിംഗുലാരിറ്റി. z=0 ആണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. z=0 ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ ഇവിടെ ഈ 0 എങ്ങനെ കിട്ടി എന്നുള്ള സംശയം ഉണ്ടാവാം. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ f of z ഈസ് ഈക്വൽ ടു എന്താ? z ഇൻറ്റു e റേസ് ടു 1/z² ആണ്. ഇത് നമുക്ക് z ഡിവൈഡഡ് ബൈ e റേസ് ടു -1/z² എന്ന് എഴുതാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സോ e റേസ് ടു -1/z² ഈസ് ഈക്വൽ ടു 0. ഇത് 0 കിട്ടണമെങ്കിൽ z എന്താവണം? 0 ആവണം അല്ലേ? അതായത് e റേസ് ടു -1 ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ഇവിടെ ഇങ്ങനെ, അതായത് e റേസ് ടു -1/z² ഈക്വൽ ടു 0. 1/e റേസ് ടു 1/z² ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഈ z എന്താവണം? 0 ആവണം. അതായത് 1/e റേസ് ടു 1/0 ഈക്വൽ ടു 0. സോ z ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു സിംഗുലാരിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സിംഗുലർ പോയിൻ്റാണ്.